ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ +2 മാത്തമാറ്റിക്സിൻ്റെ റിവിഷൻ സീരീസ് ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് 3 ഡയമെൻഷൻ ജോമെട്രി എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ്, അതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ ഓഫ് എ ലൈൻ ത്രൂ എ ഗിവൺ പോയിന്റ് ആൻഡ് പാരലൽ ടു എ ഗിവൺ വെക്റ്റർ ബി. ഒരു വെക്റ്റർ ബിക്ക് പാരലായിട്ടും അതുപോലെ തന്നെ ഒരു ഗിവൺ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൻ്റെ വെക്റ്റർ ഫോമാണ് പറയുന്നത്, വെക്റ്റർ ഇക്വേഷനാണ് പറയുന്നത്. വെക്റ്റർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി എന്താണ്? വെക്റ്റർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി ആണ് നമ്മുടെ റിക്വേർഡ് ഇക്വേഷൻ്റെ റിക്വേർഡ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വെക്റ്റർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. അപ്പോൾ ഒരു ബി എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ പാരലൽ വെക്റ്റർ, എ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. അവിടെ ബി എന്ന് പറയുന്നത് പാരലൽ വെക്റ്ററും എ എന്നത് തന്നിരിക്കുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്ററും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത് വെക്റ്റർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. പഠിച്ചു വയ്ക്കുക, വെക്റ്റർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. ഇതാണ് വെക്റ്റർ ഫോം. ഇതിൻ്റെ തന്നെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് നമുക്ക് പറയേണ്ടത്. x1 y1 z1 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഒരു ലൈനിലെ ഒരു പോയിന്റ് ആണ്. എ ബി സി എന്ന് പറയുന്നത് അതിലെ ഡയറക്ഷൻ റേഷ്യോസ് ആണ്. ദെൻ അങ്ങനെയെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത് x മൈനസ് x1 ബൈ എ ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഈക്വൽ ടു z മൈനസ് z1 ബൈ സി. അവിടെ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ആർബിട്രറി പോയിന്റ് ഓൺ ദ ലൈൻ. ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെയാണ് x1 y1 z1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ കാർട്ടീഷ്യൻ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? x മൈനസ് x1 ബൈ എ ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഈക്വൽ ടു z മൈനസ് z1 ബൈ സി ഈക്വൽ ടു സം ലാംഡ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സാധാരണ കൊടുക്കുന്ന ഈക്വൽ ടു സം ഒരു കോൺസ്റ്റന്റ് വാല്യൂ, ഒരു സ്കെയിലാർ വാല്യൂ എന്നുള്ള രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്, ഈക്വൽ ടു ലാംഡ. അപ്പോൾ ഇക്വേഷൻ ഏതാണ്? x മൈനസ് x1 ബൈ എ ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഈക്വൽ ടു z മൈനസ് z1 ബൈ സി. അതാണ് കാർട്ടീഷ്യൻ ഫോം. വെക്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ വെക്റ്റർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. ഇതാണ് കാർട്ടീഷ്യൻ ഫോം. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അടുത്തത് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിന്റ്സ്. നമുക്ക് 2 പോയിന്റ് തന്നിട്ടുണ്ടാവും. ആ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ വെക്റ്റർ ഫോമാണ് ആദ്യം പറയുന്നത്. വെക്റ്റർ ആർ ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി മൈനസ് വെക്റ്റർ എ. ഓക്കെ, വെക്റ്റർ ആർ ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ് എ, വെക്റ്റർ ബി മൈനസ് വെക്റ്റർ എ. അതാണ് വെക്റ്റർ ഫോം. അതിൻ്റെ തന്നെ കാർട്ടീഷ്യൻ ഫോമാണ് അടുത്ത് പറയുന്നത്. കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുമ്പോൾ 2 പോയിന്റ് തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. x1 y1 z1 ആണ് തന്നിരിക്കുന്ന പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് x2 y2 z2 ആണ്. അങ്ങനെയെങ്കിൽ ലൈനിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞത് x മൈനസ് x1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു z മൈനസ് z1 ബൈ z2 മൈനസ് z1 ആയിരിക്കും. ഓക്കെ, കാർട്ടീഷ്യൻ ഫോം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, പഠിച്ചു വയ്ക്കുക. അടുത്ത നമുക്ക് പറയാനുള്ള ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ആണ്. നമുക്ക് 2 ലൈൻസ് തന്നിരിക്കുകയാണ്. വെക്റ്റർ ആർ ഈക്വൽ ടു a1 പ്ലസ് ലാംഡ b1 ആൻഡ് രണ്ടാമത്തെ ലൈൻ വെക്റ്റർ ആർ ഈക്വൽ ടു a2 പ്ലസ് ലാംഡ b2. ഇവ തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ തീറ്റ കാണാനുള്ള ഇക്വേഷനാണ് കോസ് ഇൻവേഴ്സ് ഓഫ് വെക്റ്റർ b1 ഡോട്ട് b2 ഹോൾ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 ഇൻറ്റു മോഡുലസ് ഓഫ് b2. തീറ്റ കാണാനുള്ള ഇക്വേഷൻ എന്താ? കോസ് ഇൻവേഴ്സ് ഓഫ് b1 ഡോട്ട് b2. ആ പാരലൽ വെക്ടേഴ്സിനെ തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, അത് ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസുകളുടെ പ്രോഡക്റ്റ് എടുക്കുക ഡിനോമിനേറ്ററിൽ. ഓക്കെ, ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. ഇനി ഇതേ ഇക്വേഷൻ തന്നെ നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ, അതായത് a1 b1 c1 a2 b2 c2 ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് കാണാനുള്ള ഇക്വേഷനാണ് തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് a1 a2 plus b1 b2 plus c1 c2 whole divided by square root of a1 square plus b1 square plus c1 square into square root of a2 square plus b2 square plus c2 square. സോ ഇതും പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഈക്വേഷൻ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പാരലൽ വെക്ടേഴ്സിൻ്റെ ഫോമിലാണ്, അതായത് ലൈൻസിൻ്റെ ഇക്വേഷൻ a1 പ്ലസ് ലാംഡ b1 എന്നുള്ള ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് b1 b2 ബൈ മോഡുലസ് ഓഫ് b1 ഇൻറ്റു മോഡുലസ് ഓഫ് b2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്
ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്യൂ ലൈൻസ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്യൂ ലൈൻസ്. സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലൈൻസ് ഇൻ ദ 3-dimensional സ്പേസ് വിച്ച് ആർ നൈദർ പാരലൽ നോർ ഇന്റർസെക്റ്റിംഗ് ആർ നോൺ ആസ് ദ സ്ക്യൂ ലൈൻസ്. ഒരിക്കലും അവ പാരലലും ആയിരിക്കില്ല, ഇന്റർസെക്റ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള ലൈൻസിനെ വിളിക്കുന്നവരാണ് സ്ക്യൂ ലൈൻസ്. അപ്പോൾ നമ്മുടെ ലൈൻ A1 പ്ലസ് ലാംഡ B1 അതുപോലെ രണ്ടാമത്തെ വെക്ടർ ഇക്വേഷൻ A2 പ്ലസ് ലാംഡ B2 എന്നുമാണെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ രണ്ട് സ്ക്യൂ ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ഈക്വൽ ടു modulus of distance D equal to modulus of A2 minus A1 dot B1 cross B2 all divided by modulus of B1 cross B2. ഓക്കെ, ഇതിൻ്റെ മോഡ് വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ വന്നാലും ഡിസ്റ്റൻസ് ആണല്ലോ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് മോഡുലസ് എടുക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ്. രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണ്? വെക്ടർ R എന്ന് പറയുന്നത് എന്തായിരിക്കും? A1 പ്ലസ് ലാംഡ B എന്നായിരിക്കും. രണ്ടാമത്തെ ലൈൻ എങ്ങനെയായിരിക്കും? വെക്ടർ R ഈക്വൽ ടു A2 പ്ലസ് മ്യൂ B ആയിരിക്കും. അപ്പോൾ അവ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ B ക്രോസ് A2 മൈനസ് A1 A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് B ആയിരിക്കും, വെക്ടർ B ആയിരിക്കും. അതിൻ്റെ മോഡ് വാല്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ള കോപ്ലനാർ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്ലനാർ ലൈൻസ് നമുക്ക് എന്താണ്? കോപ്ലനാർ ലൈൻസ് നമുക്ക് രണ്ട് ലൈൻസ് വെക്ടർ R ഈക്വൽ ടു A1 പ്ലസ് ലാംഡ B1 ആൻഡ് വെക്ടർ R ഈക്വൽ ടു A2 പ്ലസ് മ്യൂ B2 രണ്ട് ലൈൻസ് തന്നിരിക്കുകയാണ്. അവ തമ്മിൽ കോപ്ലനാർ ആണെന്ന് പറയണമെങ്കിൽ, കോപ്ലനാർ എന്ന് പറഞ്ഞാൽ ലൈ ഓൺ ദ സെയിം പ്ലെയിനിലാണ് ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് കണ്ടീഷൻ എന്താണ്? A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 ഈക്വൽ ടു 0 ആയിരിക്കും. A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 എന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ ഈ രണ്ട് ഗിവൺ വെക്ടേഴ്സ് എങ്ങനെയായിരിക്കും? കോപ്ലനാർ ആയിരിക്കും. കോപ്ലനാർ ലൈൻസ് ആയിരിക്കും. ലൈൻസിൻ്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ 0 ആയിട്ട് കിട്ടുവാണെങ്കിൽ ആ തന്നിരിക്കുന്ന രണ്ട് ലൈൻസും എങ്ങനെയായിരിക്കും? കോപ്ലനാർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പഠിച്ച ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ ത്രൂ ദ പോയിന്റ് 1, 2, 3 ആൻഡ് എലോങ് 3i പ്ലസ് ജെ പ്ലസ് 2k. 1, 2, 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ആ ലൈൻ 3i പ്ലസ് ജെ പ്ലസ് 2k എന്നുള്ള ആ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലാണ് അല്ലേ? നമ്മൾ പഠിച്ചതാണ് ഇക്വേഷൻ. കാർട്ടീഷ്യൻ ഇക്വേഷൻ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചതാണ്. എന്തായിരുന്നു? ഇവിടെ തന്നിരിക്കുന്ന അതേ ഡയറക്ഷനിലുള്ളൊരു വെക്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് ABC ഡയറക്ഷൻ റേഷ്യോസ് അറിയാൻ പറ്റും അല്ലേ? ABC വാല്യൂസ് അറിയാം, പിന്നെ ഒരു പോയിന്റ് അറിയാം, x1, y1, z1 അറിയാം. അങ്ങനെയെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? x മൈനസ് x1 ബൈ a ഈക്വൽ ടു y മൈനസ് y1 ബൈ b ഈക്വൽ ടു z മൈനസ് z1 ബൈ c അല്ലേ? ഈ ഇക്വേഷനാണ് നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, ഇതിലെന്ത് ചെയ്താൽ മതി? x1, y1, z1ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? 1, 2, 3 കൊടുക്കുക. ABCയുടെ പ്ലേസിൽ തന്നിരിക്കുന്ന വെക്ടറിൽ നിന്നുള്ള IJKയുടെ കോഎഫിഷ്യൻസിനെ എടുക്കുക. ഓക്കെ, അപ്പോൾ A എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും, B എന്ന് പറയുന്നത് 1, C എന്ന് പറയുന്നത് 2 ആയിരിക്കും. ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആയി. ഓക്കെ, അപ്പോൾ ഗിവൺ പോയിന്റ്സ് x1, y1, z1 ഏതാണ്? x1, y1, z1 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? 1, 2, 3. 1, 2, 3 ആണ്. ഇനി ABC എന്തൊക്കെയാണ്? ABC എന്ന് പറയുന്നത് എന്താണ്? 3, 1, 2 ഇതാണ് നമ്മുടെ വാല്യൂസ്. ഇനി ഇവിടെ എന്തെഴുതാം? കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞിട്ട് വേണം എന്തെഴുതാൻ. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് Cartesian equation of a line is x minus x1 by a equal to y minus y1 by b equal to z minus z1 by c. ഇവിടെ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1, y1, z1 പകരം 1, 2, 3 കൊടുക്കുക. ABCക്ക് പകരം 3, 1, 2 കൊടുക്കുക. സോ വി വിൽ ഗെറ്റ് x minus 1 by 3 equal to y minus 2 divided by 1 equal to z minus 3 divided by 2.
അപ്പോൾ ഇതാണ് നമ്മുടെ റെക്വേർഡ് ഇക്വേഷൻ, കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ജസ്റ്റ് ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ x1 y1 z1 ഒക്കെ വരുന്ന ഫോമിലുള്ള ഇക്വേഷനാണ്. മറ്റേത് വെക്ടർ ഇക്വേഷനാണ്, വെക്ടർ ഫോർമാറ്റിലുള്ളത്. അപ്പോൾ x മൈനസ് x1 ബൈ എ ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഈക്വൽ ടു z മൈനസ് z1 ബൈ സി. നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ കണ്ടുപിടിക്കേണ്ട സ്ട്രേറ്റ് ലൈൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു വെക്ടറാണിത്. അപ്പോൾ അതും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് x1 y1 z1നും എ ബി സിക്കും വാല്യൂസ് അങ്ങ് കൊടുത്താൽ മാത്രം മതി. മനസ്സിലായോ? രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ. കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. x മൈനസ് 5 ബൈ 3 ഈക്വൽ ടു y പ്ലസ് 4 ബൈ 7 ഈക്വൽ ടു z മൈനസ് 6 ബൈ 2. കാർട്ടീഷ്യൻ ഫോം നമുക്ക് തന്നേക്കുവാണ്. റൈറ്റ് ഇറ്റ്സ് വെക്ടർ ഫോം. അതിൽ നിന്നും വെക്ടർ ഫോം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കാർട്ടീഷ്യൻ ഫോം തന്നിട്ടുണ്ട്, അതിൽ നിന്നും വെക്ടർ ഫോം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നിരിക്കുന്ന കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതുക. ഗിവൺ കാർട്ടീഷ്യൻ ഫോം ഈസ്, തന്നിരിക്കുന്ന കാര്യം എന്താ? x മൈനസ് 5 ബൈ 3 ഈക്വൽ ടു, നിങ്ങൾ നോക്കിയേ, y പ്ലസ് 4 ബൈ 7 ഈക്വൽ ടു z മൈനസ് 6 ബൈ 2 എന്നാണ് തന്നേക്കുന്നത്. നമ്മൾ ജനറൽ ഫോം എന്താ പഠിച്ചേക്കുന്നത്? x മൈനസ് x1 ബൈ എ അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചേക്കുന്നത്? x മൈനസ് x1 ബൈ എ ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഈക്വൽ ടു z മൈനസ് z1 ബൈ സി എന്നാണ് പഠിച്ചേക്കുന്നത് അല്ലേ? എല്ലാത്തിനും ഇടയിൽ ഇവിടെ മൈനസ് ആണ് വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ഫോർമാറ്റ് നോക്കി, y പ്ലസ് 4 എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഫോമിലോട്ട് മാറ്റണം. ഈ പ്ലസ് 4നെ ഈ രീതിയിൽ മൈനസിൻ്റെ ഫോമിലോട്ട് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? x മൈനസ് 5 ബൈ 3 ഈക്വൽ ടു y മൈനസ് മൈനസ് 4 കൊടുക്കാമല്ലോ അല്ലേ? y മൈനസ് മൈനസ് 4 ഡിവൈഡ് ബൈ 7 ഈക്വൽ ടു z മൈനസ് 6 ബൈ 2. ഇങ്ങനെ എഴുതാലോ. ഇനി ഇതാണ് ഫോർമാറ്റ് എങ്കിൽ നമ്മുടെ ഡയറക്ഷൻ റേഷ്യോസ് എന്തൊക്കെയായിരിക്കും? അതുപോലെ തന്നെ പോയിന്റ് ഏതൊക്കെയായിരിക്കും? പോയിന്റ് എന്ന് പറയുന്നത് x1 y1 z1 ആ പ്ലേസിൽ കിടക്കുന്ന വാല്യൂസ് ആണ് പോയിന്റ് ആയിട്ട് വരേണ്ടത്. ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്ന ഈ x1 y1 z1 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? x1ൻ്റെ പ്ലേസിൽ 5, y1ൻ്റെ പ്ലേസിൽ -4, z1ൻ്റെ പ്ലേസിൽ 6 അല്ലേ? അപ്പോൾ 5 -4 6 ഈ പോയിന്റിലൂടെ ആയിരിക്കും ഈ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്നത് അല്ലേ? ഏത് ഡയറക്ഷനിൽ ആ വെക്ടർ അറിയണം. ആ വെക്ടർ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വെക്ടർ ഇവിടെ തന്നിട്ടില്ല. അതിന് പകരം നമുക്ക് എന്തറിയാം? ഇവിടെ ഡിനോമിനേറ്ററിലായിട്ട് എഴുതിയേക്കുന്ന ഈ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആ വെക്ടറിൻ്റെ, നമുക്ക് എഴുതേണ്ട ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് അല്ലേ? എ ബി സി എന്ന് പറയുന്ന വാല്യൂസ് അല്ലേ? ഈ എ ബി സിക്ക് ഐ ജെ കെ കമ്പോണൻറ്റുകൾ കൊടുത്ത് എഴുതുമ്പോഴാണ് നമുക്ക് ആ റിക്വേർഡ് വെക്ടർ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ 3 7 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഐ ജെ കെ കമ്പോണൻറ്റുകൾ കൊടുത്തിട്ട് അങ്ങ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ റിക്വേർഡ് ഇക്വേഷനായി അല്ലേ? റിക്വേർഡ് ലൈനായി. അപ്പോൾ ഈ 3 7 2 ഈ വാല്യൂസിന് ഐ ജെ കെ കമ്പോണൻറ്റുകൾ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആ വെക്ടർ ബി, പാരലൽ വെക്ടർ ബി കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ എന്തെഴുതാം? ദ ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ്. The line passes through the point. ഏത് പോയിന്റ് ആണ്? ഈ x1 y1 z1 അതേതാ പോയിന്റ്? ഇവിടെ പോയിന്റ് 5 -4 6 ഈ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ് ഇത് അറിയാമെങ്കിൽ അതിൻ്റെ വെക്ടർ ഫോം നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. സോ പൊസിഷൻ വെക്ടർ എന്ത് വരും? വെക്ടർ എ എന്നാണ് നമ്മൾ പൊസിഷൻ വെക്ടർ കൊടുക്കുന്നത്. വെക്ടർ എ ഈക്വൽ ടു ഇതിന് ഐ ജെ കെ കമ്പോണൻറ്റുകൾ കൊടുക്കുക. 5i -4j + 6k ഇതാണ് വെക്ടർ എ എന്ന് പറഞ്ഞ് വരിക. ഈ ഡയറക്ഷൻ റേഷ്യോസിന് ഐ ജെ കെ കമ്പോണൻറ്റുകൾ കൊടുത്ത് കിട്ടുമ്പോൾ നമുക്ക് ഏത് വെക്ടർ കിട്ടും? വെക്ടർ ബി കിട്ടും അല്ലേ? അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് ആർ എന്തൊക്കെയാണ് ഡയറക്ഷൻ റേഷ്യോസ്? 3, 7, 2. ഈ 3 7 2 എന്നുള്ള പോയിന്റിന് ഐ ജെ കെ കമ്പോണൻറ്റുകൾ കൊടുക്കുക. അപ്പോൾ 3i + 7j + 2k. അപ്പോൾ വെക്ടർ ബി കിട്ടി, വെക്ടർ എ കിട്ടി. ഇനി നമ്മൾക്കറിയാം കാർട്ടീഷ്യൻ ഇക്വേഷനിൽ നിന്ന് നമ്മളോട് വെക്ടർ ഫോം എഴുതാനാണ് പറഞ്ഞിരുന്നത്. വെക്ടർ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? വെക്ടർ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് എന്തായിരുന്നു? വെക്ടർ ആർ ഈക്വൽ ടു എ പ്ലസ് വെക്ടർ എ പ്ലസ് ലാംഡ ബി അല്ലേ? വെക്ടർ എ അറിയാം, വെക്ടർ ബിയും അറിയാം. അത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതുക. വെക്ടർ ആർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താ? 5i അല്ലേ? 5i
മൈനസ് 4j പ്ലസ് 6k ആയിരുന്നു. എന്തായിരുന്നു 5i മൈനസ് 4j പ്ലസ് 6k. അതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ വെക്ടർ ബി എന്ന് പറഞ്ഞാൽ 3i പ്ലസ് 7j പ്ലസ് 2k. അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 5i മൈനസ് 4j പ്ലസ് 6k പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി എന്ന് പറയുന്നത് 3i പ്ലസ് 7j പ്ലസ് 2k. ഓക്കെ, അപ്പോൾ എക്കും ബിക്കും വാല്യൂസ് കൊടുത്തു, ആ വെക്ടേഴ്സിനെ കൊടുത്തു. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കാർട്ടീഷ്യൻ ഫോം തന്നിരുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് കാർട്ടീഷ്യൻ ഫോം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ ഫോമാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. മനസ്സിലായോ? തന്നിരിക്കുന്ന കാർട്ടീഷ്യൻ ഇക്വേഷനിൽ നിന്ന് പോയിന്റ് ആദ്യം കണ്ടുപിടിക്കും. അതായത് ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ്, നമുക്കൊരു ഗിവൺ പോയിന്റ് തന്നാലാണ് പൊസിഷൻ വെക്ടർ എഴുതാൻ പറ്റുള്ളൂ. ആ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ് ജനറൽ ഇക്വേഷനായിട്ട് ഈ തന്നിരിക്കുന്ന കാർട്ടീഷ്യൻ ഇക്വേഷനെ കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ x1 y1 z1ന്റെ പ്ലേസിൽ ഒരു വാല്യൂ കിട്ടും, ഒരു പോയിന്റ് കിട്ടും. 5 - 4 6. ആ പോയിന്റിന് i j k കമ്പോണന്റുകൾ കൊടുത്ത് കിട്ടുമ്പോഴാണ് നമുക്ക് പൊസിഷൻ വെക്ടർ എ കിട്ടുന്നത്. അപ്പോൾ എ എഴുതുക. ഇനി നമുക്കറിയാം വെക്ടർ ഇക്വേഷൻ, വെക്ടർ ഫോം എന്ന് പറഞ്ഞാൽ വെക്ടർ r = a പ്ലസ് ലാംഡ ബി. ബി അറിയണം. ബി അറിയാൻ വേണ്ടി എന്താ മാർഗം? ബി അറിയാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന കാർട്ടീഷ്യൻ ഇക്വേഷനിൽ ഡിനോമിനേറ്റർ പോർഷൻ നോക്കാം. 3 7 2. അതെന്താണ്? ശരിക്കും ഡയറക്ഷൻ റേഷ്യോസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വെക്ടർ ബിയുടെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് തന്നിരിക്കുന്ന വാല്യൂസ്. അപ്പോൾ അതിന് i j k വാല്യൂസും കൂടെ കൊടുത്തിട്ട് അങ്ങ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വെക്ടർ ബിയും കിട്ടും. വെക്ടർ ബി എന്ന് പറയുന്നത് എന്ത് വരും? 3i പ്ലസ് 7j പ്ലസ് 2k വരും. ഇനി ഈ എയും ബിയും നമ്മുടെ a പ്ലസ് ലാംഡ ബി എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ വെക്ടർ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് വെക്ടർ r = 3i മൈനസ് j പ്ലസ് 2k പ്ലസ് ലാംഡ ഇൻറ്റു i പ്ലസ് 2j മൈനസ് k. റൈറ്റ് ഇറ്റ്സ് കാർട്ടീഷ്യൻ ഫോം. നേരെ ഓപ്പോസിറ്റാണ്. ആദ്യം ചോദിച്ചത് വെക്ടർ ഇക്വേഷൻ കാണാനായിരുന്നു ചോദിച്ചിരുന്നത്, കാർട്ടീഷ്യൻ ഫോം തന്നിട്ട്. ഇവിടെ നേരെ തിരിച്ച് വെക്ടർ ഫോം തന്നിട്ട് കാർട്ടീഷ്യൻ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന വെക്ടർ ഫോം എന്താണ്? വെക്ടർ r = 3i മൈനസ് j പ്ലസ് 2k പ്ലസ് ലാംഡ ഇൻറ്റു i പ്ലസ് 2j മൈനസ് k. ഇതാണ് തന്നിരിക്കുന്ന വെക്ടർ ഫോം. ഓക്കെ, നമ്മുടെ ജനറൽ ഫോം എന്തായിരുന്നു? വെക്ടർ r = a പ്ലസ് വെക്ടർ a പ്ലസ് ലാംഡ ബി എന്ന് പറയുന്നതാണ് അല്ലേ? അപ്പോൾ a പ്ലസ് ലാംഡ ബി. അപ്പോൾ a എന്താ, ബി എന്താ? ഇതിന്ന് നമുക്ക് എഴുതാലോ. വെക്ടർ എയുടെ പ്ലേസിൽ എന്താ കിടക്കുന്നത്? 3i മൈനസ് j പ്ലസ് 2k അല്ലേ? ഇനി വെക്ടർ ബി എന്താണ്? ആൻഡ് വെക്ടർ ബി = വെക്ടർ ബി എന്ന് പറഞ്ഞത് ഈ ലാംഡ ഇൻറ്റു ആയിട്ട് കിടക്കുന്ന ഭാഗമാണ് വെക്ടർ ബി എന്ന് പറയുന്നത്. അതായത് i പ്ലസ് 2j മൈനസ് k അല്ലേ? ഓക്കെ, അപ്പോൾ പൊസിഷൻ വെക്ടറാണ് ഈ എ എന്ന് പറയുന്നത്. പൊസിഷൻ വെക്ടറാണ്. അപ്പോൾ ഇത് ഏത് പോയിന്റിലൂടെ പാസ് ചെയ്തിട്ടുണ്ടാവും? ഏതോ ഒരു പൊസിഷൻ വെക്ടറാണ് ഈ എ എന്ന് പറയുന്നത്. ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറാണ് ഇത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഇക്വേഷൻ, അതായത് വെക്ടർ എ എന്ന് പറയുന്നത് 3 - 1 2 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. വി ഹാവ് വെക്ടർ എ = 3i മൈനസ് j പ്ലസ് 2k ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് ദ ലൈൻ ഏതിൽ കൂടെ പാസ് ചെയ്യുന്നു? ദ ലൈൻ ദാറ്റ് പാസസ് ത്രൂ ഏതിൽ കൂടെ പാസ് ചെയ്യുന്നു? പാസസ് ത്രൂ ദ പോയിന്റ് So vector A, the line passes through the point x1, y1, z1. ഏതാണ് പോയിന്റ്? ഏതാണ്? 3 - 1 2. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. ഇനി വെക്ടർ ബി എന്ന് പറയുന്നത് i പ്ലസ് 2j മൈനസ് k ആണ് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വെക്ടർ ബി എന്ന് പറയുന്നത് i പ്ലസ് 2j മൈനസ് k ആണ്. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കണം? വെക്ടർ ബിയുടെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് 1 2 -1 ആണ് കിട്ടും അല്ലെ? എ ബി സിയുടെ വാല്യൂസ് 1 2 -1 ആണ് കിട്ടും. So that implies the direction ratios are എന്തൊക്കെയാണ്? 1 എ ബി സി ആർ 1 2 -1 1 2 -1 ആയിരിക്കും. ഓക്കെ, ഡയറക്ഷൻ റേഷ്യോസ് ആർ 1 2 -1. ഇനി എന്ത് ചെയ്താൽ മതി? അപ്പോൾ നമുക്ക് x1 y1 z1 കിട്ടി, എ ബി സിയും കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് കാർട്ടീഷ്യൻ ഫോം എഴുതാൻ അറിയാലോ. നമുക്കറിയാം കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് x minus x1 by a
ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഈക്വൽ ടു z മൈനസ് z1 ബൈ സി. ഇതായിരുന്നു നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഇവിടെ x1 y1 z1ൻ്റെ പ്ലേസിലും എ ബി സിയുടെ പ്ലേസിലും കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് എക്സ് മൈനസ് x1ൻ്റെ പ്ലേസിൽ എന്തായിരുന്നു, x1 y1 z1 എന്തായിരുന്നു, x1 y1 z1 എന്ന് പറയുന്നത് 3 മൈനസ് 1 2, 3 മൈനസ് 1 2, 3 മൈനസ് 1 2 ആണ് x1 y1 z1. ഓക്കെ, x1 y1 z1 എന്ന് പറയുന്നത് 3 മൈനസ് 1 2. ഇനി എ ബി സി എന്തായിരുന്നു, എ ബി സി എന്ന് പറയുന്നത് ഓക്കെ വാല്യൂസ് എന്തൊക്കെയാണ്, 1 2 മൈനസ് 1 ആണ്, 1 2 മൈനസ് 1. ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് മൈനസ് x1ൻ്റെ പ്ലേസിൽ 3, എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എയുടെ പ്ലേസിൽ 1 ഈക്വൽ ടു y മൈനസ് y1ൻ്റെ പ്ലേസിൽ മൈനസ് 1. 1 ഇവിടെ തെറ്റിക്കരുത്, y മൈനസ് മൈനസ് 1 കൊടുക്കണം, ഡിവൈഡ് ബൈ ബി എന്ന് പറയുന്നത് 2. സോ z മൈനസ് z1ൻ്റെ പ്ലേസിൽ നമുക്ക് 2 കിട്ടും, അപ്പോൾ 2 എഴുതി, ഡിവൈഡ് ബൈ സിയുടെ പ്ലേസിൽ എന്താണ്, മൈനസ് 1. മനസ്സിലായോ? ഈ ഇക്വേഷനെ നമുക്ക് ഒന്നുകൂടെ എടുത്തെഴുതാം. എക്സ് മൈനസ് 3 ബൈ 1 ഈക്വൽ ടു, ഇവിടെ y മൈനസ് ഓഫ് മൈനസ് 1, അതായത് y പ്ലസ് 1 എഴുതാം, y പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു z മൈനസ് 2 ബൈ മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർട്ടീഷ്യൻ ഇക്വേഷൻ. അപ്പോൾ വെക്ടർ ഫോം തന്ന കാർട്ടീഷ്യൻ ഫോം എഴുതാനും കാർട്ടീഷ്യൻ ഫോം തന്ന വെക്ടർ ഫോം എഴുതാനും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇനിയും പ്രോബ്ലംസ് ഈ ചാപ്റ്ററിൽ നിന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്ക് ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് പറയുക കേട്ടോ. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.